കുതിച്ചുയർന്ന് അതേ വേഗത്തിൽ താഴേക്ക് പതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ആ, ഇനി എം.എൽ.എ സ്ഥാനം ഒഴിയണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത രീതിയിൽ നടപടിയെടുത്ത് മാതൃകയായി എന്ന രൂപത്തിൽ കോൺഗ്രസിനത് ഉന്നയിക്കാനാകും. ഇപ്പോഴും അതാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതിനുശേഷം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോഴാണ്. ഒരു പരാതി മുന്നോട്ട് വന്നില്ല, അതിനു മുൻപ് തന്നെ ആദ്യ നടപടിയെടുത്തു. ഇപ്പോഴിതാ കോടതിയുടെ വിധി വന്നതിൻ്റെ അടുത്ത മിനിറ്റ്, അതായത് 2:25 വിധി വരുന്നു, 2:26 പുറത്താക്കി എന്നുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയാണ്. അതായത് പാർട്ടി ആ വാർത്താക്കുറിപ്പ് വളരെ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചും ആശ്വാസകരമായ വിധിയാണ് ഇന്ന് സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസ് ഇതുവരെ തുടർന്നു വന്ന, അതായത് ഇടക്കാലത്തെ വന്ന ഒരു പ്രവണതയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് കൂടി ഈ വിഷയം മാറുകയാണ് എന്നുള്ളതാണ്. കോൺഗ്രസിൽ നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിലെടുത്ത നിലപാട്, ഇങ്ങനെ ഒരാൾ പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കൾ, അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഷാനിമോൾ ഉസ്മാന്റെ പേര്, ബിന്ദു കൃഷ്ണയുടെ പേര്, അതുപോലെ തന്നെ ഉമാ തോമസിന്റെ പേര്. ഇവരൊക്കെ തന്നെയും ഉറച്ച ശബ്ദത്തിൽ, സാധാരണഗതിയിൽ കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാട് പറഞ്ഞ ശേഷം വനിതാ നേതാക്കൾ പതുക്കെ, കോൺഗ്രസിൽ നിന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കോൺഗ്രസ് ഒരു നിലപാട് പൂർണ്ണമായും തീരുമാനിക്കുന്നവരെ വനിതാ നേതാക്കൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും സ്വതന്ത്രമായ ഒരു നിലപാട് പറയാൻ സാധിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒരാൾ ഇനി കോൺഗ്രസിൽ വേണ്ട, പാർട്ടിയിൽ വേണ്ട എന്ന് ഉറച്ച് പറഞ്ഞത് ഷാനിമോൾ ഉസ്മാനാണ്. നമ്മളോടാണ് പ്രതികരണം ആദ്യം നടത്തിയിരുന്നത്. ഇന്ന് ആ നേതാക്കൾക്കൊക്കെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്നു. ഈ പാർട്ടിയിൽ പ്രതീക്ഷയുണ്ട് എന്ന രൂപത്തിൽ ആ നിലയ്ക്ക് കോൺഗ്രസ് ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു.